എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോ ഇങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞായറാഴ്ച ഞാൻ വെച്ച ബിരിയാണിയാണ്. ഇതൊരു പ്രോപ്പർ ബിരിയാണിയല്ല, ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. ചിക്കൻ കറി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, കുറച്ച് ഗീ റൈസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ചുകൂടെ ഗീ റൈസ് ഉണ്ടാക്കി, എന്നിട്ട് ചിക്കൻ കറിയൊക്കെ ആയിട്ട് ഞാൻ അങ്ങ് ദം ഇട്ടു. പക്ഷേ ആ ഒരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നോർമൽ നമ്മൾ സാധാരണ ചിക്കൻ ബിരിയാണിയുടെ രീതിയിലല്ല വെച്ചതെന്ന് നമുക്ക് തോന്നത്തില്ല. നല്ല ബിരിയാണിയായിരുന്നു. അപ്പം ഇതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഒരിടം വരെ പോകുന്നത് എവിടെയാണ്, ഇവിടെ നമ്മുടെ വൈറ്റ് ഫീൽഡിലുള്ള VR മോൾ ബംഗളൂരു അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പം വൈകുന്നേരം 4:30 അപ്പം ഞായറാഴ്ചയായിട്ട് ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീട്ടു സാധനങ്ങൾ, ഗ്രോസറി അത് ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തു പോവാണ്. ഇവിടെ അടുത്ത് ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. ആദ്യമായിട്ട് പോവാണ്. ലുലു മോളല്ല, നമ്മൾ മിക്കവാറും അവിടെ അങ്ങ് ലുലു മോളിലല്ല പോകുന്ന, രാജാജി നഗർ അതല്ല. ഞങ്ങളിവിടെ അടുത്തായിട്ടൊരു ലുലു ഹൈപ്പർ മാർക്കറ്റ് തന്നെ ഉണ്ടെന്ന് പറയുന്നു. ഏതോ ഒരു മോളിലാന്ന് തോന്നുന്നു, ലുലു ഡെയിലി ഹൈപ്പർ മാർക്കറ്റ് അങ്ങനെ എന്തോ ഒരു സംഭവം. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഞങ്ങൾ ആക്ച്വലി ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഫിനിക്സ് മാർക്കറ്റ് സിറ്റി ഉണ്ട്. അവിടെ മിക്കവാറും വരുന്നതാണ്. ഞങ്ങൾക്ക് അവിടെ പോകുന്ന ഇഷ്ടമായിരുന്നു, മിക്കവാറും വരും. പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ല ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അതുവഴി പാസ് ചെയ്ത് പോകുമ്പോഴാണേലും ഇതിൻ്റെ എൻട്രൻസ് കുറച്ച് ഉള്ളിലോട്ട്, അങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻട്രൻസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതുവരെ ഇതിനകം ഇങ്ങോട്ടേക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ട് പോലുമില്ല. നേരെ അങ്ങ് ഫിനിക്സിലേക്ക് പോകാമെന്നുള്ളതാണ്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ലുലു ഡെയിലി ഉള്ളത്. അപ്പം ഞാനിത് ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേനും സൂപ്പർ മാർക്കറ്റ് നിയർ മീ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേനും കിട്ടിയതാണ് ഈ ലുലു ഡെയിലി ഇവിടെ ഉള്ളത്. അപ്പം അവിടെ ചുമ്മാ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അത്യാവശ്യം കൊള്ളാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മേളിലേക്കൊന്നും കയറി നോക്കിയില്ല. ഈ ഗ്രൗണ്ട് ഫ്ലോറും ഒരു ഫസ്റ്റ് ഫ്ലോറും മാത്രമേ ഞങ്ങൾ നോക്കിയുള്ളൂ. ഇവിടെ ഒരു ലുലു ഒരു ട്രാവൽ ഫെസ്റ്റ് പോലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഓഫറിന് കുറേ ട്രാവലിംഗ് ഐറ്റംസൊക്കെ വിൽക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി. പക്ഷേ ഈ ബുദ്ധൻ്റെ ഒന്നും മുഖത്തൊരു ഐശ്വര്യം തോന്നിക്കുന്നില്ല. ക്ലോക്കിന് വല്ല കൈവശവും കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാൻ ഇഷ്ടമായിട്ട് എവിടെയൊക്കെ പോയി ക്ലോക്കൊക്കെ ഇടിക്കും. എനിക്ക് ക്ലോക്ക് എന്ന് പറഞ്ഞ ഈ ടൈം പീസ് വേണ്ടേ? എന്താ ഇത്രയും ക്ലോക്കോ? എനിക്കറിയത്തില്ല. ഒരു വീട്ടില് അല്ലേ എത്ര വില?
അപ്പോൾ ഞങ്ങൾ കുറച്ച് പച്ചക്കറികളും മീനും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ലുലുവിൽ നിന്ന് ഇറങ്ങി. മത്തിയാണ് വാങ്ങിച്ചത്. അത്യാവശ്യം ഫ്രഷ് ആയിരുന്നു കേട്ടോ, നല്ലതായിരുന്നു മത്തി. ഞങ്ങളൊന്ന് വാങ്ങിച്ച് നോക്കിയതാണ് എങ്ങനെ ഇരിക്കുന്നു എന്നറിയാൻ നല്ലതാണെന്നൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങി. അവിടെ താഴെ കുറച്ച് ഫ്ലീ മാർക്കറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ താഴെ ആ ഒരു ഭാഗം നല്ല ഒരു വൈബാണ്, നല്ല രസമുണ്ട് അവിടെ നിൽക്കാനും. നമുക്ക് അവിടെ നിന്നൊരു ചായയൊക്കെ കുടിക്കാൻ ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ്. ഇത് വർക്ക് ചെയ്യുന്നതാണോ? അത് ചുമ്മാ കാണാനാണ്. ഇതെങ്ങനെ അറിയാൻ പറ്റും? പക്ഷേ പൊടിയൊന്നും അടിക്കാത്ത മെസ്സി. എന്താ ശ്രീഹരി? എംബാപ്പയല്ലേ? പക്ഷെ ഒരു ഒറിജിനൽ ഫീലിംഗ് ഉണ്ട്. ആ, കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. പക്ഷേ ചോദിച്ചേ ഭയ്യ കിത്തനായി? 420 ആണോ? ഒരു സ്റ്റാൻഡേർഡ് ലുക്ക്. Anything you can wear, like neck. അല്ലേ? പക്ഷെ എനിക്ക് ആന ഇഷ്ടപ്പെട്ടു. എന്ത് വിളയുണ്ട്? എവിടെ ഇടണം? എവിടെ ഇടണം? ഓ, അതിനകത്ത് ഇടണം ഇല്ലേ? 3 ഗോൾഡ് 200 രൂപ. 3 ഗോൾഡ് 200 രൂപ. 200 രൂപയ്ക്ക് 200 രൂപയുടെ അയച്ചാണ് കേട്ടത്. ഈ കട ഭയങ്കര ശ്രീഹരി. ഇത് പക്ഷെ ഇങ്ങനൊരു സ്ഥലം അല്ല, പ്ലെയിൻ ടീ എന്നാ പറഞ്ഞത്. ആണോ? ജിഞ്ചർ ഉണ്ടോ? ആ, ഏലക്ക ഇട്ടിട്ടുണ്ട്. പക്ഷെ മധുരം പാകത്തിനുള്ളില്ലേ?
എനിക്ക് ആ VR മോളിനകത്തേക്കായിട്ടുള്ള അതിൻ്റെ പുറത്തെ ഒരു വൈബാണ് ഇഷ്ടപ്പെട്ടത്. നല്ല രസമാണ് ചുമ്മാ ഇരിക്കാനും, എന്താ പറയുന്ന ഒരു ചായയൊക്കെ കുടിച്ച് ഒരു വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഇരിക്കാൻ നല്ല വൈബുള്ള ഒരു സ്ഥലമാണ്. അവിടെ മഡ്കാട്ടി എന്ന് പറഞ്ഞ് ഒരു ഒരു സ്റ്റോളുണ്ട്. അവിടെ മാഗി ഇതൊക്കെ കിട്ടും. ഞങ്ങളൊരു ചായ കുടിച്ചു, അത്യാവശ്യം നല്ല ചായയായിരുന്നു. പിന്നെ അവിടുത്തെ ഫ്ലീ മാർക്കറ്റ്സ് ഒക്കെ എല്ലാം എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല. നമ്മൾ ഈയിടെ കൊമേഴ്സ്യൽ സ്ട്രീറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഈ ഫ്ലീ മാർക്കറ്റ്സൊക്കെ അത്യാവശ്യം നല്ലതാണ്. വിലയുണ്ട്, കാരണം ഇങ്ങനെയുള്ള മോളുകളിലെ ഫ്ലീ മാർക്കറ്റ്സിനകത്തൊക്കെ മിക്കവാറും വിലയോ സംഗതിയൊക്കെ സാധാരണ നമ്മൾ ഈ കൊമേഴ്സ്യൽ സ്ട്രീറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിലും വിലയുണ്ട്. ഞങ്ങളെല്ലാം ഇങ്ങനെ നോക്കിയതേ ഉള്ളൂ, പക്ഷേ ഒന്നും വാങ്ങിച്ചില്ല. ചുമ്മാ എല്ലാം കണ്ട്. പക്ഷെ നല്ല സാധനങ്ങൾ, കുറേ വെറൈറ്റി കമ്മലുകളൊക്കെ ഞാൻ കണ്ടു അവിടെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓട്ടോ ബുക്ക് ചെയ്ത് ഇങ്ങ് വന്നു. ആക്ച്വലി ഇത് ഞങ്ങൾക്ക് എളുപ്പം ഓട്ടോ ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് വണ്ടിയിൽ പെട്ടെന്ന് വരാൻ പറ്റും. പിന്നെ ഈ തിരക്ക് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ബ്ലോക്കിനകത്ത് ഒത്തിരി നേരം കിടക്കണം എന്നുണ്ടെങ്കിൽ വണ്ടി എടുത്ത് വരാൻ ഭയങ്കര മെനക്കേട്. ഓട്ടോ വരുന്നത് ഓട്ടോക്കാരന് ഓടിച്ചോളുമല്ലോ, അതുകൊണ്ട് കുറച്ചുകൂടെ അതുകൊണ്ടാണ് ഞങ്ങൾ ഓട്ടോ ബുക്ക് ചെയ്ത് വന്നത്. പിന്നെ ഇത് നമ്മുടെ ഫിനിക്സ് മാർക്കറ്റ് സിറ്റിയാണ് ഈ കാണുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ സംഭവം. സത്യത്തിൽ ഇത്രയും വർഷമായിട്ട് ഇങ്ങനൊരു കാര്യം ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് ഗ്രോസറിയും ഈ കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചുകൊണ്ട് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് നേരെ നമ്മൾ വീട്ടിൽ പോയി. ഈ ഭാഗത്ത് വന്നിട്ട് ഏറ്റവും നല്ലൊരു കുഴപ്പം ഹായ്. അപ്പോൾ നമ്മൾ പോയിട്ട് വന്നു. നമ്മൾ ആക്ച്വലി ഇപ്പം ഇവിടെ അടുത്തുള്ള ഇവിടെയൊക്കെ ഒന്ന് പോയി നോക്കുകയാണ്, ഏതാ നല്ല സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളും. ഇപ്പോൾ 2-3 പോയി. അപ്പോൾ ലുലു പിന്നെ ഹൈപ്പർ മാർക്കറ്റ് കുഴപ്പമില്ല. പച്ചക്കറി പക്ഷേ എനിക്ക് കൂടുതൽ എപ്പോഴും പച്ചക്കറി കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ഇത് ഇനിയിപ്പോൾ പോയപ്പോൾ അങ്ങ് വാങ്ങിച്ചതാണ് മുഴുവനും വേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഇനി അതിന് വേണ്ടിയിട്ട് ഇനി ഈ ഇടയ്ക്ക് ദിവസങ്ങളിൽ ഇറങ്ങണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു പച്ചക്കറി എനിക്ക് എപ്പോഴും ഇവിടുത്തെ പച്ചക്കറി കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്ന നല്ല ഫ്രഷ് നല്ല പച്ചക്കറി കിട്ടും. പിന്നെ വഴിയിലൊക്കെ ഇങ്ങനെ ചേച്ചി കുറച്ച് പച്ചക്കറിയായിട്ട് ഇവിടെ ഇങ്ങനെ വഴിയിലൊക്കെ വെക്കും. അധികം അളവിൽ കണ്ടില്ല, പക്ഷെ ഉള്ളത് നല്ലതായിരിക്കും. അങ്ങനെയൊക്കെ വാങ്ങിക്കുന്ന എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ഇങ്ങനെ സൂപ്പർ മാർക്കറ്റുകളിൽ പോയി വാങ്ങിക്കുന്നതിലും ഇങ്ങനെ ഇങ്ങനെയുള്ള മാർക്കറ്റുകളിൽ പോയി വാങ്ങിക്കുന്നതിലും. പിന്നെ ഇവിടെ കണ്ടപ്പോൾ ഞാനങ്ങ് എടുത്തു. അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വീക്ക് ഇറങ്ങണ്ടേ. മെയിനായിട്ടും എനിക്ക് ഫിഷായിരുന്നു നോക്കേണ്ടത്. ഞാൻ വന്നിടയ്ക്കാണ് ഇവിടെ നിന്ന് ഫിഷ് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അല്ലാതെ ഞാൻ ഫിഷ് ഞാൻ പറഞ്ഞില്ലേ, കോവിഡിന് മുമ്പാണ് ഞങ്ങൾ ഫിഷ് പുറത്തുനിന്ന് അവിടെ ഞങ്ങൾ നേരത്തെ ആദ്യം താമസിച്ച ഇടയ്ക്ക് അടുത്തൊരു ഇങ്ങനെ ഫിഷ് വെട്ടി
വെട്ടിക്കൊടുക്കുന്ന ഫിഷ് സ്റ്റോൾ പോലെ ചെറുത് ഓപ്പൺ ആയിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു. വന്നിടയ്ക്ക് ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ, അപ്പം ഇങ്ങനെ നമ്മൾ ആ വഴിയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണും ഒരാൾ നിന്ന് ഫിഷ് കൊടുക്കുന്നത്. അപ്പം അവിടെ നിന്നായിരുന്നു മേടിച്ചത്. പിന്നെ പെട്ടെന്ന് കോവിഡ് വന്ന് ഞങ്ങൾ ഇവിടെ വന്നൊരു 3-4 മാസത്തിനകം കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം അടച്ചു പൂട്ടിയപ്പോഴത്തേനുമാണ് ഈ ഫ്രഷ് ടു ഹോം ലീഷ്, ആദ്യം ഫ്രഷ് ടു ഹോം ആയിരുന്നു, പിന്നെ ലീഷസ് ഒക്കെ വന്നത്. ഫ്രഷ് ടു ഹോമിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി. പിന്നെ സ്ഥിരം അവിടെ നിന്നായി. പക്ഷെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞെന്ന് തോന്നി ഈയിടെ ഒരു അബദ്ധം പറ്റി. അബദ്ധമൊന്നുമല്ല ഇതുപോലെ. പക്ഷെ അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ എനിക്ക് ഇതുപോലെ ഓൺലൈൻ വാങ്ങിച്ചിട്ട് മീൻ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഒരു അമോണിയ മണക്കുന്ന രീതിയിലുള്ള ഒരു മീൻ കിട്ടുന്നത്. ലീഷ്യസിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത്രയും സ്മെല്ലായിട്ട് അത്രയും ഒരു കറി അങ്ങോട്ട് തിളയ്ക്കുമ്പോഴേ ഭയങ്കര അമോണിയയുടെ സ്മെല്ല് എനിക്ക് തോന്നിച്ചത് ആദ്യമായിട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി പുറത്തു പോയി ഒന്ന് വാങ്ങിച്ചു നോക്കാം. ഇവിടെ അടുത്തുള്ള ഇവിടെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ആ റോഡിൽ 1-2 ഫിഷ് സ്റ്റോളുകൾ ഞാൻ വെട്ടിക്കൊടുക്കുന്നത് കണ്ടു. അവിടെ പോയി നോക്കണം ഇനി എങ്ങനെയാന്ന്. ഇതിപ്പോൾ ലുലുവിൽ അവിടെ ഉണ്ടായിരുന്നു. അവിടെ മത്തിയാണ് വാങ്ങിച്ചത്. മത്തി കുറേ നാളെ, മത്തിന്നല്ല അന്ന് അയില വാങ്ങിച്ചപ്പോഴാണ് ഇങ്ങനെ അമോണിയ സ്മെല്ല്. ഞങ്ങളൊരു 1 മാസത്തിൽ കൂടുതലായി സീ ഫുഡ് എന്ന് വെച്ചാൽ കടലിലെ മീനുകൾ വാങ്ങിച്ചിട്ട് ഏകദേശം 1 മാസത്തിൽ കൂടുതലായി. അപ്പോൾ മത്തി വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. മത്തി കണ്ടിട്ട് അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. ഇനി അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. മത്തി വാങ്ങിച്ച് കറി വെച്ച് നോക്കാം. പക്ഷെ ലുലു എന്ന് പറയുമ്പോഴത്തെ ഈ ഹൈപ്പർ മാർക്കറ്റ് ഒരു 5-6 കിലോമീറ്റർ. പക്ഷെ അങ്ങോട്ട് പെട്ടെന്ന് പോവാൻ നമുക്ക് സിഗ്നലിൽ കയറാതെ ഉൾവഴി കൂടെ വേഗം പോകാൻ വരും. പക്ഷെ ഇങ്ങോട്ട് വരുമ്പം പ്രത്യേകിച്ച് ഈ ടൈമിലൊക്കെ നല്ല ബ്ലോക്കാണ്. ഞങ്ങൾ ആ കിടന്ന സിഗ്നലിൽ നിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. പക്ഷെ എനിക്കറിയത്തില്ല എത്ര നേരം. അവിടം വരെ കുഴപ്പമില്ല. ആ ലുലു അവിടെ ഫിനിക്സ് മാർക്കറ്റ് സിറ്റിയുടെ അവിടുന്ന് ഞങ്ങളുടെ ഈ സിഗ്നൽ എത്തുന്നിടം വരെ കുഴപ്പമില്ല. ബാക്കി വേഗം നീങ്ങി വരും. അത് കഴിഞ്ഞാൽ നല്ല ബ്ലോക്കാണ്. അങ്ങനെയൊക്കെ ഇന്നത്തെ ഒരു സൺഡേ VR മോൾ ബംഗളൂരു. ഞങ്ങൾ അതിന് തൊട്ടപ്പുറത്തുള്ള, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിനിക്സ് മാർക്കറ്റ് സിറ്റി പോകാനായിട്ട്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ല മോളാണ് ഈ ബാംഗ്ലൂര്. അവിടെ ഇതുവരെ ഞങ്ങൾ ഈ VR മോൾ ബംഗളൂരു അവിടെ അതൊരു മോളാണ്. എന്നാലും വലിയ തിരക്കില്ല. ഒരു മീഡിയം അപ്പുറത്ത് ഫിനിക്സ് കിടക്കുന്നുണ്ടായിരിക്കും. ഒരു മീഡിയം ലെവലിലുള്ള തിരക്കേ ഉള്ളൂ ഞായറാഴ്ചയായിട്ടും അവിടെ. അതെനിക്കൊന്ന് അത് കൂടുതലും എല്ലാവരും ആ ഹൈപ്പർ മാർക്കറ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു വരുന്നത്. ഞങ്ങൾ മുകളിലോട്ടൊന്നും മീൻസ് 3-4 ഫ്ലോറും കണ്ടു. മുകളിലോട്ടൊന്നും കയറി നോക്കിയില്ല എങ്ങനെയുണ്ടെന്ന്. പുറത്ത് നല്ല വൈബാണ്. ആ ഫ്ലീ മാർക്കറ്റും അവിടെ ചായ, മാഗി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, സ്നാക്സ് അങ്ങനെയൊക്കെ വിൽക്കുന്ന ഒരു അവിടെയൊക്കെ ഇരുന്ന് ചായ കുടിക്കാനും പുറത്ത് നല്ലൊരു വൈബാണ്. പക്ഷെ കുഴപ്പമില്ല, നല്ലായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്ര നാളെ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ ലുലുവിൻ്റെ ഇപ്പം ഞാനിങ്ങനെ സൂപ്പർ മാർക്കറ്റ്സ് നിയർ മീ എന്നും പറഞ്ഞ് ഞാൻ വന്ന ഇടയ്ക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം കണ്ട ഈ ഞങ്ങൾ പോകുന്ന റിലയൻസ്, ഈ ലുലു ഡെയിലി അങ്ങനെ കുറച്ചിങ്ങനെ വന്നപ്പം കണ്ടാണ് ഇങ്ങനൊരു സംഭവം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.